ഈ പുഴയും കിടന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനീതിൻ്റെയും ഗംഗയുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം രാത്രിയായപ്പം ഈ അച്ഛമ്മയും അതുപോലെ ശാരദയും കൂടി പറയുന്നുണ്ട് ഗംഗേനെയും വിനീതിനെയും റൂമിലേക്ക് ആക്കണ കാര്യം. അങ്ങനെ കാവേരിയൊക്കെ വന്നിട്ട് ഗംഗയെ നല്ല സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കി വിനീതിൻ്റെ റൂമിലേക്ക് വരുന്ന സമയത്ത് കയ്യിലൊരു ഗ്ലാസ് പാലും കൊടുത്താണ് വരുന്നത്. നമ്മളുടെ ഗംഗയ്ക്കാണെങ്കിൽ ആ സമയത്ത് ഒരു സന്തോഷമില്ല. കാരണം ഗംഗ ആഗ്രഹിച്ച ഒരു ജീവിതമൊന്നും അല്ല ഗംഗയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഗംഗ ഒരിക്കലും വിനീതിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഗംഗ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ പാലുമായിട്ട് റൂമിലേക്ക് ചെല്ലുമ്പം വിനീതാണെങ്കിൽ ആകെ ഇങ്ങനെ പേടിച്ചതുപോലെ ഇരിക്കുകയാണ്. ഗംഗ റൂമിലേക്ക് കയറി ചെന്നതും വിനീത് പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ഗംഗ പാല് നീട്ടുന്ന സമയത്ത് ഗംഗ അവിടെ ഇരിക്കുന്നു പറഞ്ഞ് വിനീത് ആ ബെഡിലോട്ട് ഗംഗയെ ഇരുത്തുന്നുണ്ട്. ഗംഗ ബെഡിൽ ഇരുന്നിട്ടാണെങ്കിൽ വിനീത് എന്തെങ്കിലും സംസാരിക്കുമെന്ന് വിചാരിച്ച് ഗംഗ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിനീതിനാണെങ്കിൽ ഗംഗയോട് ഒന്നും പറയാൻ പറ്റണില്ല. വിനീതിൻ്റെ കൈയൊക്കെ നന്നായിട്ട് ഇങ്ങനെ നിന്ന് വിറയ്ക്കുകയാണ്. ആ സമയത്ത് വിനീത് പറയുന്നുണ്ട്, എന്തിനാടാ നീ ഇങ്ങനെ പേടിക്കണേ, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുന്നു സ്വയം വിനീതിനോട് തന്നെ പറയാണ്. എന്നിട്ടും കൈയുടെ വിറയൊന്നും മാറാതിരിക്കുമ്പം വിനീത് സ്വയം പറയുന്നുണ്ട്, നീ എത്ര കാലമായിട്ട് ആഗ്രഹിച്ചതാ ഗംഗയുടെ കൂടെയുള്ളൊരു ജീവിതവും ഗംഗയെ വിവാഹം കഴിക്കണതും. ആ ആഗ്രഹമല്ലേ നടന്നേക്കണേ, പിന്നെ നീ എന്തിനാണ് എങ്ങനെ പേടിക്കണേ, ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞ് വീണ്ടും കയ്യിലോട്ട് നോക്കുമ്പം വിനീതിൻ്റെ രണ്ട് കയ്യിൽ നിന്ന് വിറയ്ക്കുന്നുണ്ട്. പിന്നീട് ഗംഗയാണെങ്കിൽ വിനീത് ഒന്നും സംസാരിക്കാണ്ടിരിക്കണ കാണുമ്പം കയ്യിലിരുന്ന പാല് വിനീതിൻ്റെ നേരെ നീട്ടിയിട്ട് ഇന്നാ പാലെന്ന് പറയുമ്പം വിനീത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഗംഗയ്ക്കാണെങ്കിൽ ആകെ നാണക്കേടായിട്ട് ഗംഗ പറയുന്നുണ്ട്, അവർ പറഞ്ഞു പാല് തരണമെന്ന്. എന്നാൽ ഇങ്ങോട്ട് താന്നും പറഞ്ഞ് വിനീതാണെങ്കിൽ പാല് മേടിക്കുന്ന സമയത്ത് വിനീതിൻ്റെ കൈ നല്ലോണം കിടന്നിങ്ങനെ വിറച്ചിട്ട് വേഗം തന്നെ വിനീതിൻ്റെ കയ്യിലിരുന്ന പാലൊക്കെ താഴോട്ട് പോകുന്നുണ്ട്. ആ സമയം ഗംഗ വേഗം തന്നെ പാല് പോയല്ലോ ഞാൻ തുടയ്ക്കാമെന്നും പറഞ്ഞുകൊണ്ട് തുണി എടുക്കാനായിട്ട് പോണ സമയത്ത് വിനീത് വേണ്ട ഗംഗ ഞാൻ തുടച്ചോളാമെന്ന് പറഞ്ഞ് വേഗം തന്നെ ഒരു ന്യൂസ് പേപ്പർ എടുത്തു കൊണ്ടുവന്ന് വിനീത് തന്നെ ആ തറയൊക്കെ തുടയ്ക്കാനുണ്ട്. വിനീതിനാണെങ്കിൽ ആകെ ഒരു പേടിയും വെപ്രാളമൊക്കെയാണ്. ഈ സമയത്ത് ഗംഗ കോട്ടനുമായിട്ട് വന്നിട്ട് ഗംഗയെ തുടയ്ക്കാനായിട്ട് തുടങ്ങുന്ന സമയം വിനീതിൻ്റെയും ഗംഗയുടെയും തല തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ആ സമയത്ത് വിനീത് തലയ്ക്ക് എന്തെങ്കിലും പറ്റിയോ ഗംഗയെന്ന് വയ്ക്കുമ്പം ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഗംഗ മാറുന്നുണ്ടെങ്കിലും വിനീതാണെങ്കിൽ കൊച്ചു കുട്ടികളെ കൂട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. തല തമ്മിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി മുട്ടിച്ചില്ലെങ്കിൽ കൊമ്പ് മുളയ്ക്കുമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് വിനീത ഇങ്ങനെ ആകെ ടെൻഷനോടുകൂടി തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഗംഗയാണെങ്കിൽ വിനീതൊന്നും സംസാരിക്കാത്തതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയെ തന്നെയാണ്. ശരിക്കും വിനീത് ഒരു കൊച്ചു കുട്ടികളെ കൂട്ട് തന്നെയാണ് പെരുമാറുന്നത്. വിവാഹം കഴിഞ്ഞതാണെന്നോ ആദ്യരാത്രിയാന്നുള്ള ആ ഒരു ചിന്തയിലൊന്നും അല്ല വിനീത് ഗംഗയോട് ഇടപഴകുന്നത്. അങ്ങനെ കുറേ സമയം ഇരുന്നതും വിനീത് ഇനിയും തല മുട്ടിച്ചില്ലെങ്കിൽ പ്രശ്നമാവും, ഞാൻ എങ്ങനെ ഇത് ഗംഗയോട് പറയുന്നതൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ട് ഗംഗയോട് പറയുന്നുണ്ട്, ഗംഗ ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടാം. ഇന്ന് നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യം അത് നീ എനിക്ക് സാധിച്ചു തരണം എന്ന് പറയുമ്പം ഗംഗ വിചാരിക്കുന്നത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ്. വിനീതിന് വേറെ എന്തോ ഫസ്റ്റ് നൈറ്റൊക്കെ ആണല്ലോ, അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം കൊണ്ട് ചോദിക്കണേന്നാണ് ധരിക്കണത്. പക്ഷെ വിനീതാണെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരുന്നിട്ട് ഗംഗയുടെ നെറ്റി മുട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇപ്പോഴാണ് സമാധാനമായിരുന്നു. ആ സമയത്ത് ഗംഗയാണെങ്കിൽ ഇയാളിത് എവിടെ കിടന്നതാന്നുള്ള മട്ടിൽ വിനീതിൻ്റെ നേരെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് വിനീതാണെങ്കിൽ കോട്ടുവായ കിട്ടുകൊണ്ട് ഗംഗയോട് പറയുന്നുണ്ട്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, 2 ദിവസത്തെ ഉറക്കം നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഗംഗ കിടന്ന് ഉറങ്ങിക്കുമെന്ന് പറയണം. അങ്ങനെ ഗംഗയ്ക്കാണെങ്കിൽ ഇവൻ്റെ ഈ പ്രവൃത്തി കാണുമ്പോൾ ഒട്ടും അങ്ങോട്ട് ദഹിക്കണില്ലെങ്കിലും ഗംഗ തിരിച്ച് ഒന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യണില്ല. ഗംഗ മൗനായിട്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് ഗംഗ പോയി കിടന്നതും ഈ വിനീതാണെങ്കിൽ പുതപ്പൊക്കെ എടുത്ത് ഗംഗയെ പതിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഈ ഗംഗ എന്തോ ഒരു ഇതുപോലെയാണ് ഈ വിനീതിൻ്റെ നേരെ നോക്കണത്. കാരണം വിനീതിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആദ്യരാത്രിയുടെ ഒരു ഇതൊന്നും കാണുന്നില്ല. അതുപോലെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു പെരുമാറ്റമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും സംരക്ഷിച്ച് നിർത്തണ ആ ഒരു ഇതൊക്കെയാണ് കാണിക്കുന്നത്. എന്നിട്ട് പുതപ്പൊക്കെ പുതപ്പിച്ച് കൊടുത്തിട്ട് വിനീത് കുറേ സമയങ്ങളോളം ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് കുറേ സമയം കഴിയുമ്പം വിനീതും ഗംഗയുടെ അപ്പുറത്ത് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ സമയം നമ്മളുടെ ഗംഗ നല്ല ഉറക്കത്തിലേക്കായിട്ടുണ്ട്. പിറ്റേ ദിവസം നേരം വെളുത്തതും നമ്മളുടെ ശാരദയാണെങ്കിൽ അച്ചമ്മയ്ക്കുള്ള ചായ ഇട്ട് ചെല്ലുമ്പോൾ കാവേരി വരുന്നുണ്ട്. ചായ ഇല്ലേ അമ്മ എനിക്കൊന്നും ചോദിച്ചാൽ നേരം ശാരദ പറയുന്നുണ്ട്, ആദ്യം തന്നെ നീ പോയി പല്ല് തേച്ചിട്ട് വാ എന്നിട്ട് ചായ കുടിക്കാമെന്ന് പറയുമ്പം കാവേരി ചോദിക്കുന്നുണ്ട്, എന്തോരം വലിയ ആന പല്ല് തേച്ചിട്ടല്ലല്ലോ ഒന്നും കഴിക്കണേന്ന് പറയുമ്പം ആന പല്ല് തേക്കണില്ല, അപ്പോൾ ആന ചായയും കുടിക്കണില്ലല്ലോ എന്നും പറഞ്ഞ് കാവേരിയെ ശാരദ വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് ഈ അച്ചമ്മയാണ് ഈ ശാരദയോട് ചോദിക്കുന്നുണ്ട്, ഗംഗമോൾ എഴുന്നേറ്റോ എന്ന് ചോദിക്കുമ്പം
അറിയില്ലല്ലോ അമ്മേ, ഞാൻ അങ്ങോട്ട് പോയില്ല, എന്തായാലും മോളെ വിളിക്കണ്ട, മോളെ അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ നേരത്താണെങ്കിൽ നമ്മളുടെ ഗംഗ ഉറക്കം തെളിയുന്നുണ്ട്. ഉറക്കം തെളിഞ്ഞതും ഗംഗ നോക്കുമ്പോൾ വിനീതാണെങ്കിൽ ഒരു സൈഡിൽ കൊച്ചു കുട്ടികളെ കൂട്ടി ഇങ്ങനെ ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്തായാലും വിനീതിനെ വിളിക്കുകയൊന്നും ചെയ്യാതെ തന്നെ ഗംഗ പുറത്തേക്ക് ഇറങ്ങി പോരുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന ഗംഗയെ ശാരദയൊക്കെ കണ്ടിട്ട് മോൾ ഇത്ര നേരത്തെ എഴുന്നേറ്റോ, എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നും നേരത്തെ എഴുന്നേക്കണതല്ലേ, ഇന്നിപ്പോൾ കുറച്ച് വൈകി പോയിന്നുള്ളൂ, എന്തായാലും വെറുതെ കിടന്ന് എത്ര നേരം ഉറങ്ങണേന്ന് ചോദിക്കുമ്പം അച്ഛമ്മ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഉറക്കമൊക്കെ സുഖമായിരുന്നോ. ആ സമയത്ത് ഗംഗ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അച്ഛമ്മയെ നോക്കിയിട്ട് പറയുന്നുണ്ട് അച്ഛമ്മ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സുഖമായിട്ട് ഉറങ്ങിയെന്ന്. അത് കേട്ടതും അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്ത് സുഖമായിട്ട് ഉറങ്ങിയെന്നോ, അപ്പോൾ കിടന്ന പാടെ ഉറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ കിടന്ന പാടെ ഉറങ്ങി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ ഈ ഗംഗ ചോദിക്കുമ്പം ഈ ശാരദയാണെങ്കിൽ അമ്മയുടെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് കാവേരി വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ അവരെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തില്ലേ, ബാക്കി കാര്യമൊക്കെ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോളും, അതിന് നിങ്ങൾ കൂടുതൽ ഇടപെടാനൊന്നും പോകണ്ടാന്ന്. അങ്ങനെ ഗംഗ ചായയും കുടിച്ചുകൊണ്ട് വെള്ളം ചൂടാക്കാമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നിവിൻ്റെ വീടാണ്. നിവിൻ്റെ വീട്ടിൽ നിവിൻ്റെ അമ്മയാണെങ്കിൽ ഈ കല്യാണത്തിന് നിവിൻ പങ്കെടുത്തതിനെ കുറിച്ചൊക്കെ മോശമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അന്നേരം നിവിൻ പറയുന്നുണ്ട് അവനെൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, അവനക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ നിൽക്കണ്ടേന്ന് ചോദിക്കുമ്പം അതിന് കള്ളക്കല്യാണമാണോ നടത്തണേന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് വിനീതിൻ്റെ അമ്മയ്ക്ക് ഈ വിവാഹത്തിനോട് ഇഷ്ടമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്തായാലും വിവാഹം കഴിഞ്ഞല്ലോ, ഇനി നിനക്ക് അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറയണത്, വിനീത് എൻ്റെ ഉറ്റ സുഹൃത്തല്ലേ, അവനാണെങ്കിൽ ഇപ്പോൾ അവിടെ താമസിക്കണേ, അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ, അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ലേ അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് പറയുമ്പം ഇത് അമ്മയുടെ അഭിപ്രായമാണോ അതോ ജയപാലൻ അങ്കിളുടെ അഭിപ്രായമാണോ എന്ന് ചോദിക്കുമ്പം എന്താടാ ചേട്ടൻ അവരെ പൊന്നു പോലെയല്ലേ കൊണ്ടുപോയി നടന്നത്, എന്നിട്ട് അവർ ചേട്ടനോട് തിരിച്ചെന്താ ചെയ്തത്, അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയാം നീ ഇപ്പം എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം, ഇനി നീ ഒരിക്കലും ആ വീട്ടിലോട്ട് പോകില്ല എന്ന്. അങ്ങനെ നിവിനാണെങ്കിൽ ഞാൻ സത്യം ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അടുത്ത് നിന്ന ആളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം അമ്മ ചോദിക്കുന്നുണ്ട് അവനെന്താ ഇങ്ങനെ ചെയ്ത്, എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ നിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല, അവനക്ക് അവിടെ പോവാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത്, ഇനി എൻ്റെ തലയെ ഞാനും പൊട്ടിത്തെറിക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അയാൾ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വിനീതാണെങ്കിൽ ഉറക്കം തെളിഞ്ഞ് നോക്കുമ്പം ഗംഗ റൂമിലൊന്നുമില്ല. എന്തായാലും പുറത്തു പോയി പല്ലൊക്കെ തേക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് വിനീത് വന്ന് വീണ്ടും ബെഡിലിരുന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വിനീതിനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനും ഒരു ചമ്മൽ പോലെ തോന്നിയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് അനിയത്തിക്കുട്ടി വന്നിട്ട് എന്താ വിനീതേട്ടാ ഇവിടെ തന്നെ ഇരിക്കണേന്ന് ചോദിക്കുമ്പം അതെ മോളെനിക്കൊരു സഹായം ചെയ്യണം, മോളെനിക്കൊരു ബ്രഷ് സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിക്കണം. അന്നേരം എന്ത് ബ്രഷാന്ന് ചോദിക്കുമ്പം പല്ല് തേക്കുന്ന ബ്രഷ് എന്ന് പറഞ്ഞതും ആ കുട്ടിയാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ ബ്രഷ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാൻ ഞാൻ ചേച്ചിയോട് പറയാൻ ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ആ പെങ്കൊച്ച് പോയി കഴിഞ്ഞതും വിനീതാണെങ്കിൽ ഇങ്ങനെ ആകെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.